ഫുൾ ലോഡഡ് ആയിട്ടുള്ള ഒരു റിവോൾവർ, ഒരു തോക്ക്. ആ തോക്ക് ഈ ടേബിളിൽ കൊണ്ട് വെച്ചാലോ. 12 കൊല്ലം കോളേജിൽ പഠിച്ചതിന്റെ ഇടയിൽ ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് ആരും എന്നെ അന്വേഷിച്ചു വന്നിട്ടില്ല. പക്ഷെ ഈ കുട്ടി, MGSന്റെ കുട്ടി, ഏറ്റവും വേഗത്തിൽ ഈ കണക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കുക എല്ലാ ദിവസവും. രണ്ടൊന്ന് കുഴപ്പമൊക്കെ കാണിച്ചപ്പോ വീട്ടിൽ നാളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞെങ്കിലും ഞാനതങ്ങ് കൈകാര്യം ചെയ്തു. നിങ്ങളൊരു പുതിയ കാലത്താണ് ജീവിക്കുന്നത്, ഞങ്ങൾ ആരും ജീവിച്ച കാലത്തല്ല. എന്താണ് ഈ കാലത്തിന്റെ പ്രത്യേകത? അധ്യാപകരും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെത്തുന്ന മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് വലിയ മഴയാണ്. അത് സ്കൂൾ തുറക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം കുഞ്ഞുനാളിലെ കരുതിയിരുന്നത്. നമുക്കറിയാം, നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമാണ് നിങ്ങളെക്കുറിച്ചുള്ളത്. ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല. എന്നെ 1ാം ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ സ്കൂളിൽ വന്നത്. പിന്നെ സ്കൂളിൽ വന്നത് പ്രീ ഡിഗ്രിക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്, കോളേജിൽ. അന്ന് പ്രീ ഡിഗ്രിയാണ്. അല്ലാതെ ഞാൻ പഠിച്ച 10 കൊല്ലം സ്കൂളിലും 12 കൊല്ലം കോളേജിൽ പഠിച്ചതിന്റെ ഇടയിൽ ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് ആരും എന്നെ അന്വേഷിച്ചു വന്നിട്ടില്ല. രണ്ടൊന്ന് കുഴപ്പമൊക്കെ കാണിച്ചപ്പോ വീട്ടിൽ നാളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞെങ്കിലും ഞാനതങ്ങ് കൈകാര്യം ചെയ്തു. ഇപ്പൊ അതാണോ? ഇപ്പൊ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ, കുട്ടികളുടെ കാര്യത്തിൽ എന്തൊരു ശ്രദ്ധയാണ്. കിൻഡർ ഗാർഡനിൽ തന്നെ കുട്ടികളെ ചേർക്കുമ്പോൾ അവർ രാവിലെ തയ്യാറായി കുട്ടികളെ അണിയിച്ചൊരുക്കി, അല്ലെ, സ്കൂൾ ബസിന്റെ അവിടെ കൊണ്ടുപോയി അല്ലെങ്കിൽ KG ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കേരളത്തിലെ അമ്മമാരാണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളോടുള്ള ശ്രദ്ധ, അവരുടെ പഠനകാര്യത്തിലുള്ള ശ്രദ്ധ. ഇപ്പൊ PTA യോഗം വിളിച്ചാൽ ഒരു 80% സ്ത്രീകളായിരിക്കും. വളരെ കുറച്ച് പുരുഷന്മാരേലും വരുള്ളൂ. പിതാക്കന്മാർ വളരെ കുറച്ചാണ്. അമ്മമാരാണ് PTA യോഗത്തിൽ വരെ പങ്കെടുക്കുന്നത്. കുട്ടികളുടെ പഠനകാര്യത്തിൽ അവരാണ് ഏറ്റവും ശ്രദ്ധയുള്ളത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത്, അധ്യാപകരും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം, നല്ല സൗഹൃദം ഉണ്ടാക്കണം. കുട്ടികൾ അവരുടെ ചെറിയ പ്രായത്തിൽ ഒരുപാട് കഴിവുകൾ അവരുടെ പുറത്തു വരും അറിയാതെ. ചിലപ്പോൾ വീട്ടിൽ വെച്ചായിരിക്കാം, ചിലപ്പോൾ സ്കൂളിൽ വെച്ചായിരിക്കാം. അങ്ങനെ കണ്ടാൽ അധ്യാപകരും രക്ഷകർത്താക്കളും തമ്മിൽ അത് പരസ്പരം പങ്കുവയ്ക്കണം. ഞാൻ പണ്ട് ഒരു ചരിത്രകാരൻ, കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ചരിത്രകാരൻ MGS നാരായണൻ എഴുതിയ ഒരു ലേഖനം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ലണ്ടനിൽ ഒരു സർവകലാശാലയിലെ വിസിറ്റിംഗ് പ്രൊഫസറായി പോകുന്നു. 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ആണെന്ന് തോന്നുന്നു മകനെ കൊണ്ടുപോയി ചേർക്കുന്നു സ്കൂളിൽ. ഒരു ദിവസം രാവിലെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ വിളിക്കുകയാണ്, ഏറ്റവും അടുത്ത ദിവസം വന്ന് പാരന്റായ നിങ്ങൾ സ്കൂളിൽ വരണമെന്ന്. അപ്പൊ ഇവിടെ വീട്ടിലെ ആളെ വിളിപ്പിച്ച എന്താ നമ്മൾ കരുതുക, എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെന്നാണ് മഴ കരുതുക. അപ്പൊ അദ്ദേഹം ഭയന്ന് പിറ്റേ ദിവസം തന്നെ രാവിലെ സമയം അറിയിച്ച് അവിടെ ചെന്നപ്പോൾ പ്രിൻസിപ്പലിന്റെ മുറിയിൽ ഇരിക്കുന്നത് പ്രിൻസിപ്പൽ, ക്ലാസ് ടീച്ചർ, കേട്ടോളണം, മാത്തമാറ്റിക്സിന്റെ ടീച്ചർ. അപ്പൊ പ്രിൻസിപ്പൽ ക്ലാസ് ടീച്ചറോട് പറയാൻ പറഞ്ഞു. ക്ലാസ് ടീച്ചർ പറഞ്ഞു മാത്തമാറ്റിക്സ് ടീച്ചറോട് പറയാൻ പറഞ്ഞു. സംഭവം എന്താന്ന് വെച്ചാൽ ക്ലാസ്സിൽ പ്രോബ്ലംസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, കണക്ക് ചെയ്യാനുള്ളത്, മാത്സ് ടീച്ചർ. അപ്പൊ എല്ലാ കുട്ടികളും ഒരു നിശ്ചിത സമയം എടുക്കും ഇത് കൂട്ടി, അല്ലെ, ഡെറിവേഷൻ ഒക്കെ കഴിഞ്ഞ് ഇതെല്ലാം കൂട്ടി ഉത്തരം കണ്ടെത്താൻ കുറെ സമയം എടുക്കും. പക്ഷെ ഈ കുട്ടി, MGSന്റെ കുട്ടി, ഏറ്റവും വേഗത്തിൽ ഈ കണക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കുകയാണ് എല്ലാ ദിവസവും. അപ്പോൾ ഈ കുട്ടിക്ക് അത്ഭുതകരമായ കഴിവുകൾ ഉണ്ട് എന്ന് കരുതി മാത്തമാറ്റിക്സ് ടീച്ചർ ക്ലാസ് ടീച്ചർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പലിനെ റിപ്പോർട്ട് ചെയ്യുന്നു, പ്രിൻസിപ്പൽ ഉടനെ പിതാവിനെ വിളിച്ചു വരുത്തുന്നു. സംഭവം അന്വേഷിച്ചപ്പോൾ എന്താ സംഭവം എന്നറിയാമോ? അവൻ ഇവിടെ പഠിച്ചിട്ടാണ് പോയത്. ഇവിടെ നമ്മുടെ ടേബിൾ പഠിച്ചിട്ടാണ് പോയത്, പെരുക്കപ്പെട്ടിയ അറിയാലോ, മാത്സിൽ നേരത്തെ പഠിപ്പിക്കും ഇവിടെ. പക്ഷെ അവിടെ പഠിപ്പിക്കുന്നത് ഹൈസ്കൂൾ ക്ലാസ്സിലെത്തുമ്പോഴാണ് ടേബിൾ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ടേബിൾ പഠിച്ചതുകൊണ്ട് മറ്റുള്ള കുട്ടികളെക്കാൾ വേഗത്തിൽ ഈ കുട്ടിക്ക് അത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു. പക്ഷേ
നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു കുട്ടി പ്രത്യേകമായ കഴിവുകൾ കാണിച്ചപ്പോൾ അത് ആ ടീച്ചറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ്. എന്നിട്ട് അവര് പറയുന്നത് ഈ വലിയ ഒരു മാത്തമാറ്റീഷ്യനായി ഈ കുട്ടി മാറും, അതിനുള്ള എല്ലാ കഴിവുകളും ഉണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ കൂടി പ്രോത്സാഹിപ്പിക്കണം, കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്സിന് കുട്ടിക്ക് താല്പര്യമുണ്ടെന്നാണ്. നമ്മുടെ കുട്ടികൾക്ക് അതുപോലെ പല വിഷയത്തിലും പല താല്പര്യങ്ങളും ഉണ്ടാവും പൊതുവെ ചെറുപ്പത്തിൽ. അത് മാതാപിതാക്കളും രക്ഷിതാക്കളും അത് കണ്ടുപിടിച്ച് അത് പരസ്പരം പങ്കുവെച്ചാണ് ഷെയർ ചെയ്യേണ്ടത്. എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു പുതിയ കാലത്താണ് ജീവിക്കുന്നത്, ഞങ്ങൾ ആരും ജീവിച്ച കാലത്തല്ല. എന്താണ് ഈ കാലത്തിന്റെ പ്രത്യേകത? ഇത് നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലമാണ്. വിജ്ഞാന വിസ്ഫോടനം എന്ന് പറഞ്ഞാൽ വല്ലതും പൊട്ടിത്തെറിക്കുന്നതാണോ? അല്ല. അത് പണ്ടും അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ലോകത്ത്. പക്ഷേ ഇപ്പോൾ അറിവുകൾ ഉണ്ടാകുന്നതിന്റെ വേഗത കൂടി. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി പഠിച്ചു പുറത്തിറങ്ങുമ്പോൾ പഠിച്ച കാര്യം കാലഹരണപ്പെട്ടു പോവാണ്, ഔട്ട്ഡേറ്റഡ് ആണ്. പുതിയ കാര്യങ്ങൾ വരികയാണ്. എല്ലാ രംഗത്തും പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ അറിവ്. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ലോകത്തിലെ വിവിധ ഗവേഷണശാലകളിൽ, സർവകലാശാലകളിൽ കണ്ടുപിടുത്തങ്ങൾ, പുതിയ അറിവുകൾ ഉണ്ടാകുകയാണ്. ഓരോ മിനിറ്റിലും പുതിയ അറിവുകൾ ഉണ്ടാകുകയാണ്. ആ അറിവുകൾ തേടി പിടിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴാണ് കമ്പ്യൂട്ടർ വന്നത്, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ്. കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് കമ്പ്യൂട്ടർ വന്നത്. വലിയ മാറ്റമാണ് അന്ന് ലോകത്തുണ്ടാക്കിയത്. ഇപ്പോഴെന്താ പുതിയ കണ്ടുപിടുത്തം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? നിർമ്മിത ബുദ്ധിയാണ്, ഭയങ്കര ബുദ്ധിയാണ്, നമ്മളെക്കാളും ബുദ്ധിയാണ് അതിന്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എക്സ്പേർട്സ് പറയുന്നത്, ഇതുവരെ മനുഷ്യൻ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളെല്ലാം മനുഷ്യന്റെ നിയന്ത്രണത്തിലാണ്. 2020 ഈ ദശകം കഴിഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിശക്തിയേക്കാൾ അപ്പുറത്തേക്ക് സൂപ്പർ ഇന്റലിജന്റ് ആയി മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യൻ കണ്ടുപിടിച്ചൊരു കണ്ടുപിടുത്തം നമ്മളെക്കാൾ ബുദ്ധിയുള്ളതാവാൻ പോവാ അല്ലേ? അതിനൊരു തമാശയായിട്ടൊരു കാര്യം പറയും. മനുഷ്യൻ ഒരുപാട് കുഴപ്പം പിടിച്ച സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ? കടാര, ആളുകളെ കുത്തിക്കൊല്ല അല്ലേ? ആളുകളെ വേണമെങ്കിൽ കുത്തിക്കൊല്ലാം, കടാര. പക്ഷെ കടാര അത് ഇവിടെ കൊണ്ടുവന്ന് ഈ ടേബിളിൽ വെച്ചാലോ എന്ത് പാവമാണ്. ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ആരെങ്കിലും കുത്തിക്കൊല്ലോ? ഒരു മനുഷ്യൻ വേണം അല്ലേ? അതുപോലെ ഫുൾ ഓർഡർ ആയിട്ടുള്ള ഒരു റിവോൾവർ, ഒരു തോക്ക്. ആ തോക്ക് ഈ ടേബിളിൽ കൊണ്ടു വെച്ചാലോ? തോക്ക് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോയി മനുഷ്യന്റെ സഹായം ഇല്ലാതെ എല്ലാവരെയും വെടിവെക്കുമോ? ഇല്ല. ഇനി ഏറ്റവും കുഴപ്പം പിടിച്ച സാധനം മനുഷ്യൻ കണ്ടുപിടിച്ചത് ഏതാ? ബോംബാണ്. ബോംബ് ഒറ്റയ്ക്ക് വിമാനത്തിൽ കയറി ഉക്രൈനിലും പാലസ്തീനിലും പോയി ബോംബിടോ? ഇല്ല. പക്ഷേ മനുഷ്യന്റെ കണ്ടുപിടുത്തം മനുഷ്യവംശ ചരിത്രത്തിൽ ആദ്യമായി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളതായി മാറുന്നു എന്നുള്ളതാണ്. ആ കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. ഈ വൈജ്ഞാനിക വിസ്ഫോടനം നടക്കുന്ന ഈ കാലത്ത് അറിവ് തേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തണം. അറിവ് തേടാൻ, ഇൻ സെർച്ച് ഓഫ് നോളജ്, അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണമാണ് ജീവിതം. അത് പഠനകാലത്തൊന്നും അവസാനിക്കുന്നതല്ല. പുതിയ പുതിയ അറിവുകൾ തേടാൻ വായനയിലൂടെ, അധ്യാപകരിലൂടെ, അറിവുള്ളവരിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ, ഒരു ഉത്കണ്ഠ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളർത്തിയെടുക്കണം എന്നാണ് ഈ പ്രവേശന ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള എളിയ സന്ദേശം. നിങ്ങളെല്ലാം മിടുമിടുക്കികളും കൊച്ചുമിടുക്കന്മാരും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നമ്മുടെ നാട് ഒട്ടേറെ മുന്നോട്ട് പോയിരിക്കുന്നു. ഞാൻ കേരളത്തിലെ, ഇന്ത്യയിലെ പ്രധാന സർവകലാശാലകളിലെല്ലാം പോകുന്ന ആളാണ് സ്ഥിരമായി. എൻ്റെ അത്ഭുതം, അവിടെയെല്ലാം ചെല്ലുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികൾ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുകയാണ്. അവിടെ പഠിക്കുകയാണ് വലിയ കോഴ്സുകളിൽ. വിദേശ സർവകലാശാലകളിലും നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ നമ്മുടെ പെൺകുട്ടികൾ വലിയ മുന്നേറ്റമാണ് വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയിരിക്കുന്നത്. അപ്പൊ അവരുടെ ആ കാലടികൾ പിന്തുടർന്ന് നിങ്ങൾക്കിഷ്ടമുള്ള വിഷയത്തിൽ ഏറ്റവും ലോകത്തെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാൻ നിങ്ങൾ പോകണം. ആ
അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നല്ല സെന്റേഴ്സ് ഓഫ് എക്സലൻസ് കേരളത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ മിഷൻ. വിദ്യാഭ്യാസത്തിനെ അതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തെ മാറ്റുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെത്തുന്ന മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളുടെ തലമുറയ്ക്ക് വാക്ക് നൽകുന്നു. നിങ്ങൾക്ക് അധികം പുറത്തേക്കൊന്നും പോകാതെ മാതാപിതാക്കളോടൊപ്പം ജീവിച്ച് ഇവിടെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ സൗകര്യമുണ്ടാക്കും. അതിന് ലോകം മാറുന്നതനുസരിച്ച്, ലോകത്തെ അറിവ് മാറുന്നതനുസരിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോഴ്സുകളും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവും. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറഞ്ഞത്, ശാസ്ത്രബോധത്തെ കുറിച്ച്. നമ്മൾ കേരളത്തിൽ കൂടുതൽ ശാസ്ത്രബോധമുണ്ടാക്കാൻ ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിൽ സയന്റിഫിക് സെന്റേഴ്സുകൾ, സയന്റിഫിക് ടെമ്പറിനുള്ള സെന്റേഴ്സ് ഓഫ് സയന്റിഫിക് ടെമ്പേഴ്സ് ആരംഭിക്കുക. വലിയ മാറ്റം നമുക്ക് പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാകണം. അതിന് കേരളത്തിന്റെ പിന്തുണ വേണം. അധ്യാപക സമൂഹത്തിന്റെ, രക്ഷകർത്താക്കളുടെ, കേരളത്തിന്റെ പൊതുസമൂഹം നമ്മുടെ ഏറ്റവും വലിയ, അധ്യക്ഷൻ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാമോ എന്നെനിക്കറിയില്ല. നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപം യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഈ കുഞ്ഞുങ്ങൾ നിങ്ങൾ വളർന്ന് വലുതായിട്ട് വേണം നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ മാത്രമല്ല ഈ നാടിന്റെ സ്വപ്നങ്ങൾ കൂടി സാക്ഷാത്കരിക്കാൻ. നിങ്ങൾ മയക്കുമരുന്നിനെതിരായി അതിശക്തമായ നിലപാടെടുക്കണം. നമ്മളോ നമ്മുടെ കൂട്ടുകാരോ ആരെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം, അവരെ പിന്തിരിയാൻ പ്രേരിപ്പിക്കണം. നിങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം, അതിനെ തകർക്കാൻ നടത്തുന്ന എല്ലാ ശ്രമത്തെയും നമുക്ക് പരാജയപ്പെടുത്തണം. ഞങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നിശ്ചയദാർഢ്യത്തോടെ, ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ നന്മകളും, ഈ ദിവസത്തിന്റെ നന്മകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായി നേർന്നുകൊണ്ട് ഈ പ്രവേശന ഉത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.